RSSന്റെ ശാഖ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ശ്രീകാര്യം സ്വദേശി രാജേഷിനെ ഒരു സംഘം പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു. ശരീരത്തിൽ മാരകമായി വെട്ടേറ്റ രാജേഷിനെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇയാളുടെ കൈപ്പത്തി അറ്റുപോയ നിലയിലായിരുന്നു. ദേഹമാസകലം 40-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. രാത്രി 10:30 മരണം സംഭവിക്കുന്നത്. ഇടവക്കോട് ശാഖാ കാര്യവാഹകയായ രാജേഷിന്റെ കൊലപാതകത്തിന് പിന്നിൽ CPIM ആണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ഇതിനെ ലഘൂകരിച്ച് കാണാൻ സാധ്യമല്ല. കാരണം BJPയുടെ സംസ്ഥാന ഓഫീസ് തന്നെ തല്ലിത്തകർത്തപ്പോൾ വളരെ സമാധാനപരമായിട്ടാണ് ഈ വിഷയത്തെ നേരിട്ടത്. ഇത്രയധികം കൗൺസിലർമാരുടെ വീടുകൾ തകർത്തപ്പോഴും വളരെ സമാധാനപരമായി സ്വൈരമായി ഒരു ശാന്തി നാട്ടിൽ ഉണ്ടാകണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. ഇവിടെ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്ന് സർക്കാർ പറഞ്ഞു, അനുസരിച്ചു. സമാധാനപരമായി ഇരിക്കണം, യാതൊരു വിധത്തിലുള്ള സംഘർഷം ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അത് അനുസരിച്ചു. പക്ഷേ സർക്കാർ മുന്നോട്ടേക്ക് വെച്ചതെല്ലാം അനുസരിക്കേണ്ടി വന്നത് CPMന് വിളയാടാനും തേർവാഴ്ച നടത്താനുള്ളൊരു അവസരമായി CPMന്റെ പ്രവർത്തകർ കണ്ട് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടുകൂടി ഈ പ്രദേശത്തെമ്പാടും അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് വാസ്തവത്തിൽ ഇപ്പോൾ രാജേഷിൻ്റെ കൊലപാതകം അതിനിഷ്ഠുരം, പൈശാചികം. ഇതിൽ കേരള വ്യാപകമായി നാളെ പ്രതിഷേധിക്കുകയാണ്. എല്ലാ സമാധാനകാംക്ഷികളും ഇതോട് സഹകരിക്കണം. ഇതിൽ രാഷ്ട്രീയം കാണാൻ പാടില്ല. ഇത് ഉന്മൂലന രാഷ്ട്രീയമാണ്. BJP, RSS തുടങ്ങിയ സംഘടനകളെ ഇല്ലായ്മ ചെയ്യുക, അതിനെ വകവരുത്തുക, ഈ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരയാണ്. അതേസമയം കൊലപാതകവുമായി ബന്ധമില്ലെന്ന പ്രസ്താവനയുമായി CPIM രംഗത്തെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് നിലനിൽക്കുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജേഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ഇന്ന് സംസ്ഥാന ഹർത്താലിന് BJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. BJP പ്രവർത്തകന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.